ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലിൻ്റെ ക്യാമറ ഡെസ്ക്ടോപ്പിൽ വെബ് ക്യാമറ ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, മിക്ക കാര്യങ്ങളും ഈ കൊറോണ പിന്നെ എല്ലാം ഓൺലൈനായിരുന്നു. അപ്പോൾ നമുക്ക് ചിലർക്കൊക്കെ ജസ്റ്റ് ഇത്രയത്തെ യൂസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് വെബ് ക്യാമറ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിൽ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ നമ്മുടെ വെബ് ക്യാമറ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഡെസ്ക്ടോപ്പ് പീസിൽ. അതെങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മൊബൈലിൽ വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഡ്രോയിഡ് ക്യാം എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആ ഡ്രോയിഡ് ക്യാം എന്നുള്ള ആപ്പ് നമ്മുടെ മൊബൈലിൽ വേണം. അതേപോലെ തന്നെ കമ്പ്യൂട്ടറിൽ വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഡ്രോയിഡ് ക്യാമിൻ്റെ തന്നെ സോഫ്റ്റ്വെയർ നമുക്ക് കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അതും നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടാവണം. ഇത് രണ്ടിൻ്റെയും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് വെച്ച് നിങ്ങൾക്ക് രണ്ടും കിട്ടുന്നതാണ്. ഡ്രോയിഡ് ക്യാം പ്ലേ സ്റ്റോറിൽ കിട്ടും, പിന്നെ വിൻഡോസിൻ്റെ ആണെങ്കിൽ ലിങ്ക് നമ്മൾ താഴെ വെച്ചിട്ടുണ്ട്. ഈ രണ്ട് സാധനം മാത്രം മതി നമുക്ക് വെബ് ക്യാമായിട്ട് യൂസ് ചെയ്യാൻ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കത് കണ്ടുനോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, മൊബൈലിൽ ഡ്രോയിഡ് ക്യാമിൻ്റെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിലും ഡ്രോയിഡ് ക്യാമിൻ്റെ സോഫ്റ്റ്വെയർ കയറ്റണം. ഇത് രണ്ടിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡ്രോയിഡ് ക്യാമിൻ്റെ ഐക്കൺ. നമ്മളപ്പോൾ ഡ്രോയിഡ് ക്യാം ആൻഡ്രോയിഡിൻ്റെ പോലത്തെ പഴയ ആൻഡ്രോയിഡിൻ്റെ പോലത്തെ ഒരു സിമ്പിളാണ് ഇതിൻ്റെ ആപ്പിൻ്റെ ഐക്കൺ. ഞാൻ ഡ്രോയിഡ് ക്യാം ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ നമുക്ക് ഓപ്പൺ ആവും. 3 രീതിയിൽ നമുക്ക് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാം. അതിൽ ഒന്ന് വൈഫൈ ഡാറ്റ ഉപയോഗിച്ച് കണക്ട് ചെയ്യണത്, ഒന്ന് സാധാ പോലെ, പിന്നെ നമ്മുടെ ഈ മൊബൈൽ ഏത് മൊബൈലിലെ ക്യാമറയാണ് യൂസ് ചെയ്യണേ ആ മൊബൈൽ ഡാറ്റ കേബിൾ വെച്ച് കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത്തിരി എളുപ്പം മൊബൈലിൽ എല്ലാവരുടെയും എന്തായാലും നെറ്റൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നെറ്റ് വെച്ച് കണക്ട് ചെയ്യണതാണ് എളുപ്പം, IP അഡ്രസ്സ് വെച്ചിട്ട്. അപ്പോൾ നമുക്കിപ്പോൾ IP അഡ്രസ്സ് വെച്ച് കണക്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യം തന്നെ നമ്മൾ ഡ്രോയിഡ് ക്യാമിൻ്റെ ഞാൻ പറഞ്ഞു ആപ്പ് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ആക്കിയിട്ടും നമ്മളപ്പോൾ ആപ്പ് കയറ്റാം. ഇതാണ് ഡ്രോയിഡ് ക്യാമിൻ്റെ ആപ്പ്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു മെനു കാണാം. അതിൽ IP അഡ്രസ്സ് കാണിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ പോർട്ട് നമ്പർ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ അതിൽ IP അഡ്രസ്സ് മാത്രം നോക്കുക. IP എന്ന് പറഞ്ഞ് കിടക്കണ ഫസ്റ്റത്തേത് മാത്രം ഒന്ന് ജസ്റ്റ് നോക്കുക. അതേപോലെ തന്നെ ഡ്രോയിഡ് ക്യാമിൻ്റെ പോർട്ടിൽ നിന്ന് എഴുതിയേക്കണ ആ നമ്പറും നിങ്ങൾ നോക്കുക ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ മൊബൈലിൽ നോക്കിയിട്ട് ഈ IP അഡ്രസ്സ് ഞാനിവിടേക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡിവൈസ് IP എന്ന് എഴുതിയേക്കണോടത്ത് നമ്മൾ IP അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റെ IP അഡ്രസ്സ് 192. ആ അഡ്രസ്സ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ പോർട്ട്, ഡ്രോയിഡ് ക്യാം പോർട്ട് എന്ന് പറഞ്ഞ ഇത് കിടക്കുന്നുണ്ട്. അത് നമ്മുടെ മൊബൈലിൽ നോക്കുക. പോർട്ട് എത്രയെന്ന് നോക്കുക, അത് തന്നെ ഇവിടെ അടിച്ചു കൊടുക്കുക. IP അഡ്രസ്സും പോർട്ട് സെയിം അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഓഡിയോ ടിക്ക് ഇടുക. ഓഡിയോ എന്ന് പറയുമ്പോൾ മൊബൈലിൻ്റെ മൈക്ക് കൂടി അതിനകത്തേക്ക് ഉൾപ്പെടും. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇപ്പോൾ എൻ്റെ ഫോൺ കണക്റ്റായി. എൻ്റെ ഫോണിൽ എന്തിട്ട് കിട്ടണേ അത് നേരെ നിങ്ങളുടെ ക്യാമറയിലേക്കാണ് തന്നെ. ഇപ്പോൾ ഈ മൊബൈലിൻ്റെ ബാക്ക് ക്യാമറയാണ് നിങ്ങളുടെ വിൻഡോസിൻ്റെ ക്യാമറ. ഫ്രണ്ട്സ്, അപ്പോൾ നേരത്തെ നമ്മൾ ബാക്ക് ക്യാമറയാണ് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മൊബൈലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് നിങ്ങൾക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതും അവൈലബിൾ ആണ്. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലിൽ ഈ ഡ്രോയിഡ് ക്യാം എന്നുള്ള ആപ്പിൻ്റെ സെറ്റിങ്സിൽ പോവുക. ഈ കോർണറിൽ 3 ഡോട്ട്സ് ഉണ്ടാവും. ആ ഡോട്ടിൽ നോക്കിയാൽ സെറ്റിങ്സ് കിട്ടും. ആ സെറ്റിങ്സിൽ പോവുക. ആ സെറ്റിങ്സിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് സെലക്ട് ക്യാമറ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ സെലക്ട് ക്യാമറ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ബാക്കാണ് കിടക്കണേ. നമ്മൾ ഫ്രണ്ട് കൊടുക്കുക. ഫ്രണ്ട് കൊടുത്ത് കഴിയുമ്പോൾ ക്യാമറ ചേഞ്ചായി. ഇനി നമുക്ക് ഒന്നുകൂടി കണക്ട് ചെയ്ത് നോക്കാം. നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം കണക്ട് ചെയ്താൽ പിന്നെ അപ്പോൾ തന്നെയാണ് കണക്ട് ചെയ്യണമെങ്കിൽ IP അഡ്രസ്സ് അവിടെ തന്നെ കിടക്കണ്ടാവും. ഓട്ടോമാറ്റിക്കലി ലാസ്റ്റ് കണക്ട് ചെയ്തതിൻ്റെ. അപ്പോൾ നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത IP ഇവിടെ കിടക്കുന്നുണ്ട്. ഞാനപ്പോൾ അത് കണക്ട് ചെയ്യാൻ പോണ്. ഇപ്പോൾ ഫ്രണ്ട്സ്, ഫ്രണ്ട് ക്യാമറയാണ് കണക്ട് ആക്കണേ, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി ഇത് സാധനം എടുത്തു കഴിഞ്ഞിട്ട് ഇനി നമ്മളിത് മിനിമൈസ് ചെയ്തിട്ടാൽ നമ്മൾ ഇപ്പോൾ ഓൺലൈനായിട്ട് നമ്മുടെ വീഡിയോ ചാറ്റിംഗ് ആപ്സോ അതേപോലെ തന്നെ സ്കൈപ്പ്, ഗൂഗിൾ മീറ്റ്, ഇതിലൊക്കെ പിന്നെ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ക്യാമറ ഓണാക്കിയാൽ നമുക്ക് നേരിട്ട് നമ്മുടെ മൊബൈലിൻ്റെ ക്യാമറയിൽ എന്തിട്ടാണോ വിഷ്വൽ അത് പിന്നെ നമുക്ക് വെബ് ക്യാമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വിൻഡോസ് 10 ആണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, വിൻഡോസ് 8 ഒക്കെയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്റ്റോറിലെ ആപ്പാണ് സ്കൈപ്പ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കിത് കിട്ടില്ല. നമ്മൾ സോഫ്റ്റ്വെയർ ആയിട്ട് തന്നെ കയറ്റണം സ്കൈപ്പ്. നമുക്കറിയാം വിൻഡോസ് 10 സ്റ്റോറിലെ ആപ്സ് ഉണ്ട്. ആ ആപ്സിലാണെങ്കിൽ ഈ ക്യാമറ കണക്റ്റ് ആവില്ല. ബാക്കി നിങ്ങൾ ആപ്പായിട്ട് എന്ത് കയറ്റിയാലും നിങ്ങൾക്ക് ക്യാമറ യൂസ് കിട്ടുന്നതാണ്.
ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ക്യാമറയുടെ ഇതാണ് എടുത്തിട്ടാണ് ക്രോമിൽ ജസ്റ്റ് ഓൺലൈനുള്ള ഒരു ക്യാമറയാണ് എടുത്തിട്ടാണ്. ഞാനിപ്പോൾ മൊബൈലാണ്, എൻ്റെ മൊബൈലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് ഇപ്പോൾ എൻ്റെ വെബ് ക്യാം. അങ്ങനെ നമുക്കിത് ഏത് സോഫ്റ്റ്വെയറിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ മൊബൈലിൻ്റെ ക്യാമറ എങ്ങനെ വെബ് ക്യാമറ ആയിട്ട് യൂസ് ചെയ്തതെന്നാണ്. കാണിച്ച കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. പിന്നെ മോണിറ്ററിൻ്റെ സ്ക്രീൻ റെക്കോർഡെല്ലാം ചെയ്തത്, നമ്മൾ ഷൂട്ടാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ലാരിറ്റി പ്രശ്നം ഉണ്ടാവും. എനിവേ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ആണ്. കാണിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. ഗുഡ് ബൈ.